കട്ടിലിടിച്ചേക്കോ ഇവന്മാര് ബംഗാളീസിലോ ബംഗാളികളോ ആണെങ്കിൽ ഇവന്മാർ ഈ സാധനം എടുത്ത് കമത്തി ഏതിന്റെ എക്സ്പ്ലോസീവ് പൊട്ടി തെറിക്കുന്ന സാധനം ഒരു നാട് മൊത്തം കട്ടൊക്കെ മതി കണ്ടോ കട്ടണം കൊണ്ട് വെച്ചേക്കോ. നമസ്കാരം. പത്തനംതിട്ട ഏനാദിമംഗലത്ത് പാറമടയിൽ പാറ പൊട്ടിക്കാൻ ഉപയോഗിക്കുന്ന രാസവസ്തുക്കൾ തൊഴിലാളികളുടെ താമസ സ്ഥലത്ത് അനധികൃതമായി സൂക്ഷിച്ചതിനെതിരെ പ്രതിഷേധവുമായി നാട്ടുകാർ. തൊഴിലാളികൾ താമസിക്കുന്ന അടുക്കളയിലാണ് ഈ സ്ഫോടക വസ്തുക്കൾ യാതൊരു സുരക്ഷിതത്വവും ഇല്ലാതെ സൂക്ഷിക്കുന്നത് നാട്ടുകാർ നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയത്. അവർ ഉടൻ തന്നെ പോലീസിന് വിവരം അറിയിക്കുകയായിരുന്നു. വലിയ അപകട സാധ്യത ചൂണ്ടിക്കാട്ടിയാണ് പ്രദേശവാസികൾ ശക്തമായ പ്രതിഷേധവുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. ദൃശ്യങ്ങളിലേക്ക്. ചാക്ക് ചുവന്നുകൊണ്ട് ഒരു പെട്ടി ചുവന്നുകൊണ്ട് ഈ ഗോഡൌണിലേക്ക് വരുന്നു. അപ്പോൾ അതെന്താണെന്ന് അന്വേഷിച്ചപ്പോഴാണ് ഇത് അറിയുന്നത് ഇത് എക്സ്പ്ലോസീവ് ആണെന്നുള്ള രീതി. അപ്പോൾ അത്തരത്തിൽ എക്സ്പ്ലോസീവ് എന്ന് പറയുന്നത് ഈ പാറമടയാണ്. സ്വാഭാവികമായിട്ടും ഇത്രയും എക്സ്പ്ലോസീവ് സാധനമൊക്കെ ഇവിടെ കൊണ്ടുവരേണ്ടതാണ്. പക്ഷേ എങ്കിലും ഇത്ര സൂക്ഷ്മതക്കുറവോടുകൂടി അല്ലെങ്കിൽ ഗൗരവമില്ലാതെയാണ് ഈ എക്സ്പ്ലോസീവ് ഇവിടെ കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നത്. അതും അടുക്കളയിലാണ് കൊണ്ടുവന്ന് സൂക്ഷിച്ചിരിക്കുന്നതെന്നാണ് ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഇതിനകത്തൊരു പ്രശ്നം. ചെറിയ തീപ്പൊരി ഉണ്ടെങ്കിൽ പോലും ഒരു വലിയ സ്ഫോടനത്തിനുള്ള സാധ്യതയാണുള്ളത്. ചെറിയ സ്പാർക്ക് ഉണ്ടെങ്കിൽ പോലും വലിയൊരു സ്ഫോടനത്തിലേക്ക് പോകുന്ന രീതിയിലാണ്. അത് മാത്രമല്ല, നിലവിൽ ഇവിടെ ഈ പറയുന്ന എക്സ്പ്ലോസീവ് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ഇത് പാറമടയിൽ എത്തിച്ചിട്ട് ഇതൊരു ബ്ലാസ്റ്റ്മാൻ്റെ കയ്യിലാണ് കൊടുക്കേണ്ടത്. നിലവിൽ അത്തരത്തിലുള്ള ഒരാൾ ഈ പാറമടയോട് ബന്ധപ്പെട്ട് ഇതുവരെയും ബ്ലാസ്റ്റ്മാൻ എന്ന് പറഞ്ഞ ഒരാളില്ല. ഉപയോഗത്തിന് ശേഷം ഇവർക്ക് തന്നെ നിലവിലുള്ള ഈ പ്ലാസ്റ്റിക് വസ്തുക്കൾ സൂക്ഷിക്കാനായിട്ടുള്ള സ്ഥലം ഇവർക്ക് നിശ്ചയിച്ചിരിക്കുന്നത് മലയാലപ്പുഴയിലാണ്. അപ്പോൾ ഇവർക്ക് നിലവിൽ വരുന്ന ബ്ലാസ്റ്റിംഗ് വസ്തുക്കൾ മലയാലപ്പുഴയിൽ എത്തുകയും ഇവരുടെ ബ്ലാസ്റ്റ്മാൻ്റെ നേതൃത്വത്തിൽ അതിൽ ഇവിടെ വന്ന് പൂർണ്ണമായും പൊട്ടിച്ച് അതിൻ്റെ ബാലൻസ് ഉണ്ട് കൃത്യമായി അവിടെ തന്നെയാണ് തിരികെ എത്തിക്കേണ്ടത്. ഇത് വളരെ അലക്ഷ്യമായിട്ടാണ് ഇവരുടെ പാചകപ്പുരയുടെ കീഴിൽ സൂക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ നിലവിൽ അന്വേഷിച്ചപ്പോൾ ഇവർക്ക് ഇങ്ങനെ ഒരു ബ്ലാസ്റ്റ്മാനും ഇല്ല, ട്രെയിൻഡ് ആയിട്ടുള്ള ബ്ലാസ്റ്റ് ചെയ്യുന്ന ആൾക്കാരുമില്ല. നിലവിൽ ഇവിടുത്തെ തൊഴിലാളികൾ, അതിഥി തൊഴിലാളികൾ, ഇതര സംസ്ഥാന അതിഥി തൊഴിലാളികളാണ് ഇത് കൈകാര്യം ചെയ്യുന്നത്. അതും അവർക്ക് ഇതിനെപ്പറ്റി കാര്യമായ വിവരങ്ങളോ ഒരു ട്രെയിനിങ്ങോ കാര്യങ്ങളോ ഇല്ലാത്തൊരു വ്യക്തികളാണ് ഈ ബ്ലാസ്റ്റിംഗ് വസ്തുക്കൾ ക്രയവിക്രയം ചെയ്യുന്നതെന്നുള്ളതാണ് ഇതിൽ കാണാൻ കഴിയുന്നത്. അത് വളരെ വലിയൊരു വീഴ്ച തന്നെയാണ്. ജനവാസ മേഖലയോട് ചേർന്നുള്ള ഇത്തരം കേന്ദ്രത്തിൽ സ്ഫോടക വസ്തുക്കളോ രാസവസ്തുക്കളോ അശ്രദ്ധമായി കൈകാര്യം ചെയ്യുന്നത് വൻ ദുരിതത്തിന് കാരണമായേക്കും എന്നാണ് നാട്ടുകാരുടെ ഭയം. നാട് മൊത്തം കത്താൻ ഇതുമതി എന്ന തരത്തിലാണ് പ്രദേശവാസികൾ പ്രതിഷേധം അറിയിക്കുന്നത്. മറ്റൊരു വാർത്തയുമായി വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക. ആഭരണം എന്നും ഏവർക്കും പ്രിയപ്പെട്ടതാണ്, നെഞ്ചോട് ചേർത്ത് വെക്കുന്നതാണ്. അതിനു പിന്നിൽ അഹോരാത്രം പ്രയത്നിക്കുന്ന കുറച്ച് വ്യക്തികളുണ്ട്. ആത്മാർത്ഥതയുടെ കയ്യൊപ്പുണ്ട്. ഒരു ശില്പിയുടെ ഭാവനയിൽ വിടർന്ന് പൂവായും പുള്ളിമാനായും മയിലായും രൂപപ്പെടുന്ന വരകൾ ആലയിലെ ഊതിക്കാച്ചിയ പൊന്നിൽ സൂര്യകിരണങ്ങൾ പോലെ മിനുക്കിയെടുക്കുന്ന ഒരു പറ്റം വിദഗ്ധ പണിക്കാരുണ്ട്. ഇതിനെല്ലാം ഉപരി പരിശുദ്ധമായ സ്വർണം കൃത്യമായ കാരറ്റ് അളവിൽ തിരഞ്ഞെടുത്തു കൊടുക്കുന്ന സാങ്കേതിക ഗവേഷകരുമുണ്ട്. 30 വർഷത്തെ വിശ്വസ്തതയും പാരമ്പര്യവും പ്രവൃത്തി പരിചയവും കൈമുതലായി സ്തുത്യർഹ സേവനം നടത്തിവരുന്ന ഒരു സ്ഥാപനമുണ്ട്, രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ്. നിങ്ങൾക്കും രാജകുമാരി ആവണ്ടേ? രാജകുമാരി ഗോൾഡൻ ഡയമണ്ട്സ് ഇനി ലോകം കാണട്ടെ നിങ്ങളുടെ സൗന്ദര്യം.